നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് ജില്ലാ സമ്മേളനം മാർച്ച് 13-14 തീയതികളിൽ നടക്കും. കീഴ്പള്ളി ചെങ്കായത്തോട് കോളനി നിവാസികൾ കാത്തിരിക്കുന്നു വൈദ്യുതിക്കും കുടിവെള്ളത്തിനുമായി. ജ്യോതി ബസുവിന്റെ നിര്യാണം, നാടെങ്ങും മൌനജാഥകൾ. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സമ്മേളനം മാർച്ച് 13-14 തീയതികളിൽ നടക്കും. അടുത്ത മാസം 10-നകം മണ്ഡല സമ്മേളനങ്ങളും 28-നകം ബ്ലോക്ക് സമ്മേളനങ്ങളും പൂർത്തിയാക്കും. ജില്ലാ പ്രസിഡന്റ് റഷീദ് കൗവായുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് മാർച്ച് 13-14 തീയതികളിൽ ജില്ലാ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. അടുത്ത മാസം 10-നകം മണ്ഡലം സമ്മേളനങ്ങളും 28-നകം ബ്ലോക്ക് സമ്മേളനങ്ങളും പൂർത്തിയാകും. യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ ബ്രിജേഷ് കുമാർ, എം വി ചിത്രകുമാർ, രാജീവൻ എളയാവൂർ, ഒ കെ പ്രസാദ്, പി സി സജിത്ത്, കെ നബീസ, ഷിംസ് തോമസ്, മനോജ് പാറക്കാടി, എം വി രഞ്ജൻ, ടി എൻ നസീർ എന്നിവർ സംസാരിച്ചു. കീഴ്പള്ളി ചെങ്കായത്തോട് ആദിവാസി കോളനി നിവാസികൾ വൈദ്യുതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞു. കോളനിയിൽ ജലവിതരണത്തിന് കുളം നിർമ്മിക്കുകയും മോട്ടോർ സ്ഥാപിക്കുകയും ചെയ്തെങ്കിലും കുടിവെള്ളം കിട്ടാക്കനിയാണ്. ഇത് 25 വീടുകളുള്ള കീഴ്പള്ളി പുതിയങ്ങാടിക്കടുത്തുള്ള ചെങ്കായത്തോട് കോളനി. വയറിംഗ് ചെയ്ത് 10 വർഷമായിട്ടും ഇരുട്ടിൽ തപ്പുകയാണ് ഈ കോളനി നിവാസികൾ. കോളനിക്കടുത്തുകൂടി വൈദ്യുതി കടന്നു പോകുന്നുണ്ടെങ്കിലും കോളനിയിലെ ഒറ്റ വീട്ടിൽ പോലും വെളിച്ചമില്ല. 10 വർഷം മുമ്പാണ് വൈദ്യുതിക്ക് വേണ്ടി വീടുകളുടെ വയറിംഗ് പൂർത്തിയാക്കിയത്. ശുദ്ധജല വിതരണത്തിന് വേണ്ടി കോളനിയിൽ നിർമ്മിച്ച കുളം ഇന്ന് മാലിന്യ കേന്ദ്രമാണ്. ജലവിതരണത്തിന് വേണ്ടി വാങ്ങിയ മോട്ടോറുകൾ തുരുമ്പെടുത്ത് നശിപ്പിക്കുന്നു. മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ബാലസഭയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച അറിവുത്സവം സഹവാസ ക്യാമ്പ് സമാപിച്ചു. കെ കുഞ്ഞിക്കണ്ണൻ സ്മാരക വായനശാലയിൽ നടന്ന ക്യാമ്പ് ദേശാഭിമാനി സീനിയർ സബ് എഡിറ്റർ നാരായണൻ കാവുമ്പായി ഉദ്ഘാടനം ചെയ്തു. ഗണിതം, മധുരം, നാടൻ പാട്ടുകൾ, നാടൻ കളികൾ, ശബ്ദകായികം, ക്യാമ്പ് ഫയർ എന്നിവ 2 ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ സംഘടിപ്പിച്ചു. അഴീക്കോടൻ ചന്ദ്രൻ, ബിജു നെടുവാലൂർ, ബാബുരാജ് മലപ്പട്ടം, എം എം സജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കല്ലുവയൽ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റാനോസിന്റെയും തിരുനാളും നൊവേനയും സമാപിച്ചു. ഞായറാഴ്ച നടന്ന കുർബാനയ്ക്ക് ഫാദർ അനീഷ് കുളത്തറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച വൈകിട്ട് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. ഫാദർ തോമസ് തൈത്തോട്ടം സന്ദേശം നൽകി. ആറളം വിയറ്റ്നാം കോളനിയിലെ ആലയോടൻ കുഞ്ഞാമനും മക്കളും തങ്ങളുടെ 5 ഏക്കർ സ്ഥലത്ത് കാട്ടുമൃഗങ്ങളോട് പൊരുതി മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ്. വനാതിർത്തിയോട് ചേർന്ന സ്ഥലമായതിനാൽ കാട്ടുമൃഗശല്യത്തിന്റെ പിടിയിലാണ് ഇവരുടെ കൃഷിയിടം. ആറളം വിയറ്റ്നാം കോളനിയിലെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ആലയോടൻ കുഞ്ഞാമന്റെ 5 ഏക്കർ കൃഷിസ്ഥലമാണിത്. വനാതിർത്തി ആയതിനാൽ നിരന്തരം കാട്ടുമൃഗങ്ങളുടെ ഭീഷണിയിലാണ് കുഞ്ഞാമന്റെ കൃഷിയിടം. കാട്ടുമൃഗങ്ങളുടെ ഭീഷണി അവഗണിച്ച് കുഞ്ഞാമനും മക്കളും ചേർന്ന് പൊന്നു വിളയിക്കുകയാണ് തങ്ങളുടെ കൃഷിയിടത്തിൽ. റബ്ബർ, വാഴ, കവുങ്ങ്, കുരുമുളക് തുടങ്ങി നെല്ല് വരെ കൃഷി ചെയ്തിരിക്കുന്നു. ആറളം ഫാമിൽ നിന്ന് പുനരധിവസിക്കപ്പെട്ടപ്പോൾ വിയറ്റ്നാമിലെത്തിയതാണ് കുഞ്ഞാമനും കുടുംബവും. കൃഷി നല്ല രീതിയിൽ പോകുന്നുവെന്നും കൃഷിയിടത്തിൽ ആനയിറങ്ങുന്നത് വലിയ നാശമാണ് ഉണ്ടാക്കുന്നു കുഞ്ഞാമൻ പറയുന്നു. വരുന്നുണ്ട്, ഒരാഴ്ച വരാതെ. പിന്നെ ആന ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ചയായി ഇവിടുന്ന് പോയിട്ട്. പിന്നെ അക്കരയുണ്ടാന അക്കരയുണ്ടാന. പക്ഷെ അത് ഇന്ന് കുഴപ്പം വരെ വരില്ലെന്നത് പറയാൻ പറ്റില്ല. കൃഷിക്ക് മാത്രം പിന്നെ റബ്ബറെല്ലാം മാനും പന്നിയെല്ലാം കുറെ തിന്നുപോയി. എല്ലാം കൂടി ഒരു 10-100 റബ്ബറായിട്ട് ഇങ്ങനെ തിന്നാക്കി. പന്നി മാനും എല്ലാം കൂടി അത് തിന്നു. കാട്ടുപന്നിയുടെയും മറ്റു മൃഗങ്ങളുടെയും ആക്രമണവും രൂക്ഷമാണ്. ഇവരുടെ പറമ്പിനോട് ചേർന്ന് വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി വേലി പ്രവർത്തനക്ഷമമല്ലാത്തതാണ് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകാൻ കാരണം. ഏതായാലും വന്യമൃഗങ്ങളോട് പൊരുതി കൃഷിയുമായി മുന്നോട്ടു പോകാനുള്ള ദൃഢനിശ്ചയത്തിലാണ് കുഞ്ഞാമനും മക്കളും. ചെടിക്കുളം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് വിളംബര ജാഥ സംഘടിപ്പിച്ചു. ഫാദർ തോമസ് തോട്ടത്തിൽ, ഫാദർ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ചെടിക്കുളം പ്രദേശത്തിന്റെ വികസനത്തിന് വഴികാട്ടിയായി മാറിയ ദൈവ ഐക്യത്തിനും പരസ്പര വിശ്വാസത്തിനും പരസ്പര സ്നേഹത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും കഴിയുന്ന ആയിരക്കണക്കിന് ദൈവവിശ്വാസികളുടെ ആശാകേന്ദ്രമായ ചെടിക്കുളം കെ
KSTA വിദ്യാജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള USS സ്കോളർഷിപ്പ് മാതൃകാ പരീക്ഷ വിളക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. മുഴക്കുന്ന് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഞാനൊക്കെ പഠിച്ചു പോകുന്ന കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സർവ്വജ്ഞ നിങ്ങളുടെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. ആ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നിങ്ങളുടെ സർവതോമുഖമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നല്ലൊരു സംഘടന ഈ സംസ്ഥാനത്തുള്ള അധ്യാപക സംഘടനയാണ്. ആ സംഘടനയാണ് ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ നിലനിർത്തിക്കൊണ്ട് ആ സ്കൂളുകളിൽ എവിടെ പഠിക്കുന്ന കുട്ടിയാണ് തന്നെ ആ കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി വികസിപ്പിച്ച് വലുതാക്കിക്കൊണ്ടുവരുന്ന തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളാണ്. കെ സാവിത്രി അധ്യക്ഷത വഹിച്ചു. KP ഷാജി, KR വിജയൻ, K ബിജു, KV പ്രേമരാജൻ, P രാജേഷ്, P സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. JCI ചുണ്ടപ്പറമ്പ് യൂണിറ്റ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ നടന്നു. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ചെയർമാൻ മമ്പറം ദിവാകരൻ മുഖ്യാതിഥിയായിരുന്നു. ഷാബി ഈപ്പൻ, ജോബി മാത്യു, LC രാജേഷ്, ഫിലിപ്പ് ഓടയ്ക്കൽ, മാത്യു കൊട്ടാരത്തിൽ, PK വിനോദ് എന്നിവർ സംസാരിച്ചു. KSTA വിദ്യാജ്യോതി USS സ്കോളർഷിപ്പ് ഇരിക്കൂർ ഉപജില്ലാ മാതൃകാ പരീക്ഷ ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MC ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. P മാധവൻ അധ്യക്ഷത വഹിച്ചു. ടോമി കുരുവിള, A രാമൻ, V ശ്രീനിവാസൻ, EK കൃഷ്ണൻ, ബിജു നെടുവാലൂർ എന്നിവർ സംസാരിച്ചു. 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചെട്ടിയാമ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി രൂപീകരണം ഈ മാസം 22-ന് ഉച്ചകഴിഞ്ഞ് 2:30-ന് സ്കൂൾ ഹാളിൽ നടക്കും. രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവർ പങ്കെടുക്കണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സമ്മേളനം മാർച്ച് 13-14 തീയതികളിൽ നടക്കും. കീഴ്പള്ളി ചെങ്കായത്തോട് കോളനി നിവാസികൾ കാത്തിരിക്കുന്നു വൈദ്യുതിക്കും കുടിവെള്ളത്തിനുമായി. ജ്യോതി ബസുവിന്റെ നിര്യാണം, നാടെങ്ങും മൗനജാഥകൾ. വാർത്തകൾ കഴിഞ്ഞു. ഇനി എഡിറ്റോറിയൽ വോയിസ്. നമസ്കാരം.